വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതിയായിട്ടുള്ള അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ശരീരത്തിലെ പല ഭാഗത്തും ക്ഷതങ്ങളുള്ളതായിട്ടാണ് വിവരം. ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്താണ് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്നതിന് കാരണം? ഇത് അഫാന്റെ അഡ്വക്കേറ്റ് പുറത്തു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. സിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന പ്രതി മരിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങൾ, ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുമ്പോഴോ ഒരു അഡ്വക്കേറ്റിനെ അറിയിക്കുക എന്നുള്ളത് രീതിയാണ്. ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് ഇദ്ദേഹം അറിയുന്നത് അഫാൻ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ ജാമ്യം, തനിക്ക് എങ്ങനെയും ജാമ്യം വാങ്ങി തരണമെന്നാണ് അവസാനമായി കണ്ടപ്പോൾ അഫാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ജയിൽ പുള്ളിയെ കൂടി അഫാനെ നോക്കാനായി പോലീസുകാർ നിയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അഫാന്റെ ഈ രീതികളൊക്കെ നോക്കാനായിട്ട് ഈ ജയിൽ പുള്ളി മാറിയ സമയത്താണ് പെട്ടെന്ന് ഇയാൾ അയയിൽ കിടന്ന മുണ്ടെടുത്ത് കഴുത്തിൽ ചുറ്റി ശുചിമുറിയിൽ വെച്ച് മരിക്കാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചികിത്സയിൽ ഇയാളുടെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ഹൃദയത്തിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഈ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടായ അപകടത്തിൻ്റെ ഒപ്പം ഉണ്ടായതാണോ ഈ പറയുന്ന ഹൃദയത്തിനും തലച്ചോറിനും ക്ഷതം, അതോ ആരെങ്കിലും മർദ്ദിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ? അത് പുറത്തു വന്നിട്ടില്ല പ്രിയ. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരുപാട് കാര്യങ്ങൾ പോലീസ് തന്നെ ഇതിൽ മറച്ചു പിടിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് പിന്നെ ജയിലിൽ അഫാനെ കൊട്ടേഷൻ കൊടുത്തു ആരോ, അഫാനെ കൊല്ലാൻ ആരോ ശ്രമിച്ചു, അത് ജയിൽ അധികൃതരുടെ അറിവോടെ ആളോ എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്കറിയില്ല. അഫാൻ എന്ന് പറയുന്നത് നീതി അർഹിക്കാത്ത ഒരു പ്രതി തന്നെയാണ്. അയാൾ ജീവനോടെ ഇരിക്കണമെന്ന് അയാളുടെ വീട്ടുകാർ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം പിന്നെ അഫാന്റെ പിതാവ് പറഞ്ഞത് അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കും. വീട്ടുകാരും അയാളെ കാണാൻ ഇതുവരെ പോയിട്ടില്ല. ആരും ഇയാൾക്ക് ജയിൽ പുള്ളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടുകാരെയോ ബന്ധുക്കളെയോ അഡ്വക്കേറ്റുമാരെയോ ഒക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അഫാൻ അതുപോലും ജയിൽ അധികൃതർ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രതിക്കും നീതിയുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി സൂത്രധാരൻ തഹാവൂർ റാണ ഹുസൈൻ മുംബൈ തീഹാർ ജയിലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ അയാൾക്ക് 2 അഡ്വക്കേറ്റ്മാരെയാണ് വെച്ചു കൊടുത്തത്. കാരണം പ്രതിക്കും നീതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 പേരെ 10 പേരെ കൊന്ന അഫാൻ ഒരു കൊടും ക്രിമിനലാണ്. അതിൽ പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും അയാൾക്ക് അയാളുടേതായ നീതിയുണ്ട്. നമ്മളിപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിനെ തെറിവിളിക്കുന്നതും അഡ്വക്കേറ്റ് ആളൂരിനെതിരെ വലിയ രീതിയിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഇവിടെ ആഘോഷപൂർവ്വമാക്കിയ കുറേ പേരുണ്ട്. എന്തുകൊണ്ടാണ്? വേട്ടക്കാരനോടൊപ്പം നിന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് തൊഴിൽ ചെയ്തതിനാണ് മരിച്ചപ്പോൾ പോലും അദ്ദേഹം വലിയ രീതിയിലുള്ള മോശം വാക്കുകൾ കേൾക്കേണ്ടി വന്നത്. ഇവിടെയും അതുതന്നെയാണ്. അഫാനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ അതായത് ഈ ജയിലിനുള്ളിൽ സുരക്ഷിതമായ കുറച്ച് സെല്ലുകളുണ്ട്. ആ ഒരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത്. അതീവ സുരക്ഷാ സെൽ, അതിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് TV കാണാനായി കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഇയാൾ അയയിൽ പോയി മുണ്ടെടുക്കുന്നു, ശുചിമുറിയിൽ കയറി തൂങ്ങുന്നു. ഇതൊക്കെ നമുക്ക് തന്നെ കേട്ടോണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. നേരത്തെ തന്നെ ഈ അഫാന് ചില നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകളായി ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ച് പോലീസ് കൃത്യമായി അന്വേഷിച്ചിട്ടില്ല. ചില ദുരൂഹതകൾ തുടക്കം മുതലേ ഈ കേസിലുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി 25 ലക്ഷം രൂപയോളം ഇയാൾ ലോൺ എടുത്തിട്ടുണ്ട്. ആ പണം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. രാത്രി കാലങ്ങളിൽ ഒരു ബാഗും തൂക്കി വാഹനവും എടുത്തുകൊണ്ട് ഇയാൾ യാത്ര ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്. അതെങ്ങോട്ടാണ്, എവിടേക്കാണ്, ആരെ കാണാനാണ്, ഇതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ചുറ്റിക കൊണ്ട് ഈ ആളുകളെ തലക്കടിച്ച് കൊല്ലുന്നതിന് മുൻപ് ഈ ചുറ്റിക കൊണ്ട് തലക്കടിക്കുക എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയായ ഒരു വിഭാഗം ആളുകൾ മറ്റുള്ള ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസനെയൊക്കെ പിന്നെ കൊന്നത് ഈ മകുടമൊക്കെ ഉപയോഗിച്ച് തലക്കടിച്ച് കൊന്നതാണ്. അതേ രീതിയാണ് അഫാനും പിന്തുടരുന്നത്. ഇതൊരു ചില
ആളുകൾ ആസൂത്രിതമായി ചെയ്യുന്ന കൊലപാതകങ്ങളുടെ ഒരു രീതിയാണ് ഈ തലക്കടിച്ച് ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത്. ഇത് അഫ്വാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതൊരു വലിയ ചോദ്യമാണ്. മാത്രമല്ല അവിടുത്തെ മഹൽ കമ്മിറ്റിയോ അവിടുത്തെ നാട്ടുകാരോ ഇവരെക്കുറിച്ച് മോശമായൊരു വാക്കോ ഇതിനെക്കുറിച്ചൊരു പ്രതികരണമോ നടത്തിയിട്ടില്ല. പണം വാങ്ങിയവരൊക്കെ പരാതിയുമായി വന്നിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ അവരാര് സാധാരണ ഒരു പ്രദേശത്ത് ഒരു വിഷയം നടക്കുമ്പോൾ ആ പ്രദേശവാസികൾ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കും. അപ്പം അങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് അതാണ്. നാട്ടുകാർക്ക് എൻ്റെ നിന്ന് ഇത്ര രൂപ അവർ കടം വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ നിന്ന് ഇത്ര രൂപ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കും. ഇവിടെ അഫാൻ്റെ അമ്മ പറയുന്നത് അഫാൻ്റെ വീട്ടുകാർ പറയുന്നതുമല്ലാതെ മറ്റൊരു കാര്യവും മറ്റാകെക്കൂടി അവർ പറഞ്ഞ ഒരു ആരോപണം അഫാൻ്റെ പെൺ സുഹൃത്തായ ഫർസാനയ്ക്ക് വേണ്ടിയാണ് അവൻ ഈ കടങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത് എന്നാണ്. എന്നിട്ടും ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല വാങ്ങി 40,000 രൂപയ്ക്ക് പണയം വെച്ചു. ആ പണം എന്ത് ചെയ്തെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. വെഞ്ഞാറമൂടിൽ ഒരു കടയിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങുന്നത്. അതും ആരും വാങ്ങാത്ത ചുറ്റികയാണ് ഇയാൾ 1500 രൂപ കൊടുത്ത് വാങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ കൊല്ലപ്പെടുന്നതിന് മുൻപ്, അതായത് ഫെബ്രുവരി 24 മുൻപ്, ഒരു മാസം മുമ്പ് ജനുവരി ഏകദേശം പകുതിയോളായപ്പോൾ വെഞ്ഞാറമൂടിലെ ചില പ്രദേശങ്ങളിൽ നായ്ക്കളുടെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് കുറേ നായ്ക്കൾ ചത്ത ഒരു അവസ്ഥ വെഞ്ഞാറമൂട് ഉണ്ടായിരുന്നു. അതിന് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അതേ രീതിയിലുള്ള ഒരു കൊലപാതകം ഈ 5 സ്ഥലങ്ങളിലും 5 പേരെ ഈ അഫാൻ കൊലപ്പെടുത്തി. അപ്പോൾ ഇത് ഇയാൾ പരീക്ഷിച്ചതാണോ, അല്ലെങ്കിൽ ഇയാളോടൊപ്പം ചേർന്ന് ആരെങ്കിലും ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തതാണോ നായ്ക്കൾ ഉപയോഗിച്ച് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ദുരൂഹമായി തുടർന്നിരുന്നു. പിന്നീട് ബാക്കി പല കേസുകൾ വന്നപ്പോൾ അഫാൻ്റെ കേസ് സ്വാഭാവികമായി പ്രതി കീഴടങ്ങി. അതോടുകൂടി തെളിവെടുപ്പിനെ കൊണ്ടുവന്നതിന് ശേഷം ഇത് കേസ് സ്വാഭാവികമായി നമ്മളും വിടുമല്ലോ മാധ്യമങ്ങൾ. പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇയാൾക്ക് ശിക്ഷ കിട്ടുമ്പോഴോ മാത്രമാണ് പിന്നെ നമുക്ക് ബ്രേക്കിങ്ങും ഒക്കെ ഈ ചർച്ചകളും ഒക്കെ ഈ കേസ് വീണ്ടും വരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അഫാനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇതിനിടയ്ക്ക് ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോൾ തന്നെ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു. പോലീസ് പറയുന്നു പല തവണ ആത്മഹത്യ ചെയ്യുമെന്ന് അവരോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ പിതൃമാതാവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത് 2 ദിവസം മുമ്പാണ്. അതിൽ ഇയാളെ പ്രതിയാക്കിയിട്ടുണ്ട്. ഇത് ദൃക്സാക്ഷികളില്ലാത്തൊരു കേസ് കൂടിയാണ്. അതുകൊണ്ട് പോലീസിന് ഇതൊരു ബാലികേറ മലയാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഒരുപാട് തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇത് എന്താ പറയുക തടസ്സങ്ങൾ പോലീസിൻ്റെ മുന്നിലുണ്ട് ഈ കേസിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്ന സമയത്ത് ഞാൻ പലതവണ ആത്മഹത്യ ചെയ്യും എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അഡ്വക്കേറ്റ് പറയുന്നു ഇന്ന് വരെ തന്നോട് സംസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും ആത്മഹത്യയുടെ കാര്യം ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്നോ തനിക്ക് ആരുമില്ല എന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയും എനിക്ക് ജാമ്യം എടുത്തു തരണം, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അയാൾ പറഞ്ഞിരുന്നത്. അതിൽ ഫോൺ വിളിക്കാൻ ജയിൽ അധികൃതർ സമ്മതിച്ചിരുന്നില്ല. രണ്ടാമത് ജാമ്യം കിട്ടില്ല എന്ന അഡ്വക്കേറ്റിന് തന്നെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് ജാമ്യാപേക്ഷ നൽകാത്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ജയിലിനകത്ത് തന്നെ ആരോ കൊട്ടേഷൻ കൊടുത്തു, പ്രതികൾ തമ്മിലുള്ള വാക്കേറ്റത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ക്ഷതമോ അടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകാം. അത് ആത്മഹത്യാ ശ്രമമാക്കി മാറ്റിയതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ പുറത്തു നിന്ന് ഇയാൾക്ക് കൊട്ടേഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഇയാളെ തീർക്കാനായി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ? അഫാൻ എന്ന് പറയുന്ന 23 വയസ്സായ ക്രിമിനൽ ചില്ലറക്കാരനല്ല. അയാളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ദുരൂഹതകളുണ്ട്. നമ്മളൊക്കെ കേട്ടാൽ ഞെട്ടുന്ന വലിയ ദുരൂഹതകൾ അയാളുടെ ഉള്ളിലുണ്ട്. അത് പുറത്തു പറയുമോ എന്ന് ആരെയൊക്കെയോ ഭയക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ക്ഷതങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം ദുരൂഹമായി തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. പക്ഷെ വരുമോ ഇല്ലയോ എന്നുള്ളത്, കാരണം അത്തരത്തിൽ എന്തെങ്കിലും വന്നാൽ അത് ജയിൽ അധികൃതർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സംശയകരമായി തന്നെയാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.